കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബൈബിൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് മഹത്വം കരയേറ്റുന്നു. ഇത് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹമാക്കണമേ. തിരുവചനം ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള കൃപ തരണമേ. വചനപഠനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരനുഭവമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, തിരുവെഴുത്തുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാകിയാൽ തെറ്റിപ്പോകുന്നു എന്ന്. ഇന്നത്തെ കാലത്ത് വിശ്വാസികൾക്കാണെങ്കിൽ പോലും വേദപുസ്തകത്തെ സംബന്ധിച്ച് തികച്ചും അജ്ഞാതമായ ചില കാര്യങ്ങളാണ് അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ പ്രവേശിക്കുന്നത്. തിരുവചനം പഠിക്കുന്നതിന്, വായിച്ച് മനസ്സിലാക്കുന്നതിന് പലപ്പോഴും പലരും സമയങ്ങൾ വേർതിരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോർജ് ഡാനിയൽ. ഗുഡ് ന്യൂസ് ഡെലിവറൻസ് മിനിസ്ട്രി എന്ന ഒരു ആത്മീയ പ്രസ്ഥാനത്തെ നയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയുടെ വിഷയം വേദപുസ്തകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നതാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ആമുഖമായി നമ്മൾ ബൈബിളിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബൈബിൾ എന്ന് പറയുന്നത് 66 ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന ഒരൊറ്റ പുസ്തകമാണ്. ഈ ഒറ്റ പുസ്തകത്തെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തരംതിരിക്കുന്നു. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമത്തെ നമ്മൾ 4ആയി വീണ്ടും തിരിച്ചു പഠിക്കാൻ കഴിയും. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും. അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണം. തോറ എന്ന പേരിലാണ് എബ്രായ ഭാഷയിൽ അറിയുന്നത്. ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മതഗ്രന്ഥം. പിന്നീട് വരുന്ന 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയും. അതായത് ഹിസ്റ്റോറിക്കൽ ബുക്സ്. വേദപുസ്തകം എന്ന് പറയുന്നത് ശരിക്കും ചരിത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളാണ്. ചരിത്രമില്ലാത്ത ഒരു മതഗ്രന്ഥമല്ല ബൈബിൾ, ചരിത്രമുള്ള പുസ്തകമാണ്. മൂന്നാമത്തെ വിഭജനത്തിൽ പഴയ നിയമം പഠിക്കുമ്പോൾ പദ്യഗ്രന്ഥങ്ങളാണ്. ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങളും വിലാപങ്ങൾ കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് 6 പുസ്തകങ്ങളുടെ ഒരു സമുച്ചയമാണ് പദ്യഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പദ്യങ്ങളിൽ കൂടി ഉപദേശങ്ങളും പ്രമാണങ്ങളും ദൈവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. 4ാമത്തെ പഴയ നിയമത്തിലെ വിഭജനം എന്ന് പറയുന്നത് പ്രവചന ഗ്രന്ഥം, പ്രോഫറ്റിക്കൽ ബുക്സ്. ഇതിൽ 16 പുസ്തകങ്ങളുണ്ട്, യെശയ്യാ മുതൽ മലാഖി വരെ. ഇതിൽ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും പറയും ഈ പ്രവചന ഗ്രന്ഥത്തെ. അപ്പം അങ്ങനെ പഴയ നിയമം 4ആയി നമ്മൾ തരംതിരിച്ച് പഠിച്ചു. 1 ന്യായപ്രമാണം, 2 ചരിത്ര പുസ്തകം, 3 പദ്യഗ്രന്ഥം, 4 പ്രവചന ഗ്രന്ഥം. അതുപോലെ പുതിയ നിയമത്തെയും 4ആയി തിരിച്ചു പഠിക്കാൻ കഴിയും. 1 സുവിശേഷങ്ങൾ, 2 അപ്പോസ്തല പ്രവർത്തികൾ, 3 21 ലേഖനങ്ങൾ, 4 ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം. അപ്പം അങ്ങനെ 2 ഗ്രന്ഥങ്ങളെയും, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും 4 ഭാഗങ്ങളായി തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഇതിനെ വേദപുസ്തകത്തെ മൊത്തത്തിൽ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ ദൗത്യം എന്ന വിഷയത്തെ ആസ്വദിച്ചാൽ 5 ഭാഗങ്ങളായി തിരിക്കാം. അതായത് പഴയ നിയമം മുഴുവൻ ആദ്യത്തെ ഭാഗത്ത് വരും. ഒരുക്കത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് പ്രിപ്പറേഷൻ. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മാനവജാതിയെ രക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ദൈവീക വ്യവസ്ഥകളും പ്രമാണങ്ങളും ഉൾപ്പെടുന്ന ഒരുക്കത്തിൻ്റെ പുസ്തകമാണ് പഴയ നിയമം മുഴുവൻ.
രണ്ടാമത്തെ വിഭജനം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ പുസ്തകം. അതായത് പഴയ നിയമം ഏതെല്ലാം ഒരുങ്ങിയോ, എന്തിനെല്ലാം ഒരുങ്ങിയോ അതിനെല്ലാം ഭൂമിയിൽ പ്രകടമാക്കുകയാണ് ഈ പുസ്തകം മുഖാന്തരം. അത് 4 സുവിശേഷങ്ങളാണ്. മൂന്നാമത്തെ ഭാഗം സുവിശേഷങ്ങളിൽ എന്ത് പ്രകടമാക്കിയോ അത് ലോകത്തിൽ വിളിച്ചു പറയുന്ന പ്രസിദ്ധീകരണം ചെയ്യുന്ന പുസ്തകം. അതാണ് അപ്പോസ്തല പ്രവൃത്തി, ദി ബുക്ക് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. നാലാമത്തെ ഭാഗം അപ്പോസ്തലന്മാർ എന്ത് പ്രസംഗിച്ചുവോ അതിൻ്റെ വിശദീകരണം സഭയ്ക്ക്, വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഗ്രന്ഥങ്ങൾ, 21 ലേഖനങ്ങൾ, ദി ബുക്ക് ഓഫ് എക്സ്പ്ലനേഷൻ അഥവാ വിശദീകരണത്തിൻ്റെ പുസ്തകം എന്ന് പറയും. അഞ്ചാമത്തെ ഭാഗം ബുക്ക് ഓഫ് കൺസ്യൂമേഷൻ അല്ലെങ്കിൽ സമാപ്തിയുടെ ഗ്രന്ഥം, അതായത് വെളിപ്പാട് പുസ്തകം. അപ്പോൾ ബൈബിൾ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെ ആസ്വദിച്ച് 5ആയി തിരിക്കുമ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. പഴയ നിയമം മുഴുവൻ ഒരുക്കത്തിൻ്റെ പുസ്തകം, സുവിശേഷങ്ങൾ 4 പ്രത്യക്ഷീകരണത്തിൻ്റെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി പ്രസിദ്ധീകരണത്തിൻ്റെ പുസ്തകം, 21 ലേഖനങ്ങൾ വിശദീകരണത്തിൻ്റെ പുസ്തകം, ഏറ്റവും ഒടുവിൽ സമാപ്തിയുടെ ഗ്രന്ഥമായ വെളിപ്പാട്. അപ്പോൾ വെളിപ്പാടോടുകൂടെ വേദപുസ്തകത്തിലെ സകല വചനങ്ങളും പൂർണ്ണമാക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നമ്മളുടെ വിഷയത്തിലേക്കാണ് ഇനി വരുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥ സമുച്ചയമാണ് ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു പുരാണ ഗ്രന്ഥമല്ല, വെറും ഒരു മതഗ്രന്ഥമല്ല, ദൈവവും മനുഷ്യനും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പരാമർശന ഗ്രന്ഥവുമല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. എന്ത് ചരിത്രമാണ് ബൈബിളിലുള്ളത്? ലോക ചരിത്രമുണ്ട്, മാനവ ചരിത്രമുണ്ട്, ഇസ്രയേലിൻ്റെ ചരിത്രമുണ്ട്. അങ്ങനെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമാകാൻ ബൈബിളിലേക്ക് വന്നാൽ മാത്രം മതി. ബൈബിളിലെ ചരിത്രങ്ങളൊന്നും അവ്യക്തമല്ല, വളരെ വ്യക്തമായ ചരിത്രമാണ്. ഈ ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചാണ്. അതിൽ യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെയുള്ള 12 പുസ്തകങ്ങൾ ഉൾപ്പെടും. അതായത് 40 വർഷക്കാലത്ത് ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ പുറപ്പെട്ടതിന് ശേഷമുള്ള മരുഭൂമി യാത്ര അവസാനിക്കുന്നത് യോർദാൻ കരയിൽ വെച്ച്. യോർദാനിൽ നിന്നും അക്കരെ കയറി വാഗ്ദത്ത ദേശം പ്രാപിക്കുന്നത് മുതൽ പാർസി രാജാവായ അഗസ്വേരോസ് രാജാവിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവകഥ പറയുന്ന എസ്തേറിൻ്റെ പുസ്തകം വരെയുള്ള 1100-ൽ പരം സംവത്സരങ്ങളിലെ ചരിത്രമാണ് ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ 12ലും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഈ ചരിത്രങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോക ചരിത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ലോക ചരിത്രവും അതിനകത്ത് ഉൾപ്പെടുന്നതായി കാണുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഓരോ പുസ്തകത്തിൻ്റെ ആമുഖമായ ഒരു പഠനത്തിലേക്ക് വരാം. ഒന്ന്, യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം BC 1600-നും 1400-നും ഇടയിൽ എഴുതപ്പെട്ടു എന്ന് പൊതുവെ പറയുന്നു. ഗിൽഗാലിൽ വെച്ച് യോശുവ എഴുതിയതാണ് ഈ പുസ്തകം. എന്നാൽ യോശുവയുടെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം തൻ്റെ മരണത്തെ കുറിക്കുന്നത് അത് ആരോ എഴുതി ചേർത്തതാകാമെന്നും വേദപണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ യോശുവയുടെ പുസ്തകത്തെ 2ആയി തരംതിരിച്ച് പഠിക്കാൻ കഴിയും. ആദ്യത്തെ 13 അധ്യായം ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ ഈ ദേശം യുദ്ധം ചെയ്ത് കൈവശപ്പെടുത്തുന്ന ചരിത്രം. 14 മുതൽ 23 വരെയുള്ള ചരിത്രത്തിൽ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത് യുദ്ധം ചെയ്ത് അവകാശപ്പെടുത്തിയ ഈ ഭൂമി യോശുവയുടെ നേതൃത്വത്തിൽ 12 ഗോത്രങ്ങൾക്കും ദൈവനിയോഗപ്രകാരം വീതിച്ചു കൊടുത്തതിനെക്കുറിച്ച് വായിക്കുന്നു. ഈ യോശുവയുടെ പുസ്തകത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത്
ഇസ്രയേൽ മക്കൾ കനാനിലേക്കുള്ള പ്രവേശനം മുതലാണ്. പിന്നീടുണ്ടായ തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ഓഹരി വെച്ചു കൊടുത്തത് വരെയുള്ള ചരിത്രമാണ് യോശുവ പുസ്തകത്തിൽ കാണുന്നത്. ഇതിൽ ആത്മീയമായി നമുക്ക് വളരെ മുന്നേറ്റം ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ യോശുവ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, യോശുവയെ ദൈവമാണ് മോശയ്ക്ക് പകരമായി ഇസ്രയേലിന് വേണ്ടി അധിപനായി നേതാവായി നിയോഗിച്ചത്. 40 കൊല്ലക്കാലം സകല വിദ്യകളിലും നിപുണനായിരുന്ന സകല ശാസ്ത്രവശങ്ങളും പഠിച്ച മോശയായിരുന്നു ഇസ്രയേലിൻ്റെ നേതാവ്. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ഇസ്രയേൽ മക്കളുടെ മധ്യത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവം തൻ്റെ ദൃഷ്ടിയിൽ നോക്കിയപ്പോൾ മോശയോടൊപ്പം സഹശുശ്രൂഷകനായിരുന്ന യോശുവയാണ് കണ്ടെത്തിയത്. അത് ദൈവം നിശ്ചയിച്ച് മനസ്സിൽ ഉറപ്പിച്ച് മോശ മരിക്കുന്നതിന് മുൻപ് തന്നെ യോശുവയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കൈവച്ച് വേർതിരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആത്മീയ സമൂഹം അത് ഏത് കാലത്താണെങ്കിലും ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കുകയോ അബദ്ധങ്ങൾ പിണയുകയോ ദൈവകൃപയിൽ നഷ്ടപ്പെട്ടു പോവുകയോ എന്തെങ്കിലും കാരണവശാൽ ഒഴിയേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ദൈവം തന്നെ അടുത്തൊരാളെ നിയമിച്ചാക്കും എന്നുള്ളതാണ്. ദൈവം നിയമിച്ചാക്കിയത് കൊണ്ട് 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ജനവും യോശുവയുടെ നേതൃത്വത്തെ അംഗീകരിച്ചു. പിന്നെ തുടർന്ന് വായിക്കുന്നത് 2 പേരെ യോശുവ ദേശം ഉറ്റുനോക്കാനായി യെരിഹോവിലേക്ക് അയക്കുന്നു. അവരൊറ്റുനോക്കി മടങ്ങുമ്പോൾ രാഹാബ് എന്ന് പറയുന്നൊരു വേശ്യ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. അത് മുഖാന്തരം അവളുടെ കുടുംബത്തെ ദൈവം രക്ഷിക്കുന്നു. പിന്നീട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ 5-6 അധ്യായങ്ങളിൽ യെരിഹോ പട്ടണത്തെ നിർവീര്യമാക്കി ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അതിൻ്റെ മതിലുകളെ പൊളിച്ചു മാറ്റി കൊടുത്തപ്പോൾ അവിടെ ഇവരെ സംരക്ഷിച്ച രാഹാബ് എന്ന വേശ്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ദൈവം സംരക്ഷണം കൊടുത്തു. അവരെ കൂടി ഇസ്രായേൽ മക്കൾ അവരുടെ കൂട്ടത്തിൽ ചേർത്തു. ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ രാഹാബ് എന്ന് പറയുന്ന വേശ്യ സ്ത്രീയെ ശൽമോൻ എന്ന് പറയുന്ന ഒരു യഹൂദൻ വിവാഹം കഴിച്ച് അവരിൽ നിന്നുണ്ടായതാണ് ബോവസ്. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. ആ തലമുറയിലാണ് ഇശായി, ദാവീദും തൻ്റെ തലമുറയിൽ യേശു കർത്താവും ഭൂമിയിൽ ജനിക്കുന്നത്. നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആത്മീയ മർമ്മങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാനായി കഴിയും. ഇനി മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ കൂടി പഠിച്ചു വരുമ്പോൾ ദൈവമാണ് യോശുവയെ നേതൃത്വത്തിൽ കൊണ്ടെത്തിച്ചെങ്കിലും ദൈവാധിപത്യമാണ് ഇസ്രയേലിൽ അന്ന് നടക്കുന്നത്. ദൈവാധിപത്യം ഉള്ളത് കൊണ്ട് പാപം ചെയ്യുന്നവൻ്റെ മേൽ ദൈവം കണ്ണുവയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ആഖാൻ പിടിക്കപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ദൈവാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. ദൈവാധിപത്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു തെറ്റുകളെയും മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ദൈവാധിപത്യം നമ്മുടെ ആത്മീയ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും പോകേണ്ടുന്ന വഴിയിൽ കൂടെ മാത്രമേ ആ സമൂഹം പോകുകയുള്ളൂ. അപ്പോൾ ദൈവാധിപത്യത്തിന് സമ്പൂർണമായ ഒരു അനുഭവം ഉണ്ടായ സമയങ്ങളാണ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദീർഘകാലം ലഭിച്ചിരുന്നത്. അങ്ങനെ യോശുവയുടെ പുസ്തകം യോശുവയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ 24 അധ്യായങ്ങളിലായി സംക്ഷിപ്തമാക്കപ്പെട്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കാണ്. BC 1200-നും 1100-നും ഇടയിൽ ഒന്നുകിൽ ശാമുവേൽ പ്രവാചകൻ അല്ലെങ്കിൽ യെശയ്യാവ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകനായിരിക്കാം ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന നിലയിൽ നമ്മളതിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഈ യോശുവയുടെ മരണശേഷം ആരെയും ദൈവം നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നില്ല. ഇസ്രായേൽ മക്കൾ ആരെയും നേതാവായി തിരഞ്ഞെടുത്തില്ല. ഇവർ പാർക്കുന്ന ഈ ദേശത്ത് നിന്നും യോശുവ വിട പറഞ്ഞ് നിത്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു യാത്രയപ്പ് യോഗം പോലെ യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അവർ ഇസ്രായേൽ മൂപ്പന്മാരെയും ജനങ്ങളെയും വിളിച്ചു കൂട്ടിച്ച് പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ ശുശ്രൂഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്,
ഇനി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലായിരിക്കും ഈ ഭൂമിയിൽ, ഈ കനാൻദേശത്ത് താമസിക്കുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് കനാന് രാജാക്കന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇനിയുമുണ്ട്. കുറേ ഗോത്രങ്ങളെ, കുറേ ശക്തികളെ, കുറേ രാജാക്കന്മാരെ ദൈവം അവിടെ ഇവർക്ക് വിട്ടുകൊടുക്കാതെ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ദൈവനിശ്ചയമാണ്. അത് കുറേശ്ശെ മാറ്റി കൊടുക്കുകയുള്ളൂ എന്ന് ദൈവം നേരത്തെ തന്നെ ഇവരോട് സംസാരിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ കനാന് രാജാക്കന്മാരെ ഇനിയും കീഴ്പ്പെടുത്തുവാൻ ഉള്ള ഒരു സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ തൻ്റെ അവകാശദേശം ഓഹരികൾ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അന്യദൈവങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മറ്റുള്ള ബിംബാരാധനകൾ നിങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ദോഷകരമായ വശങ്ങൾ യോശുവ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുകയും മറ്റുള്ള ദൈവങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്താൽ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞവരെ ധൈര്യപ്പെടുത്തിയാണ് യോശുവ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. എന്നാൽ ഒരു നേതൃത്വത്തിൽ ഒരാളില്ലായിരുന്നു. അപ്പോൾ ഇനിയുള്ള കനാന് രാജാക്കന്മാരെ ആരാണ് യുദ്ധം ചെയ്യാൻ പോകേണ്ടത്, ആരുടെ കെറോഫിലാണ്, നേതൃത്വത്തിലാണെന്നുള്ളൊരു സംശയം ജനങ്ങളിൽ വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ ചോദിച്ചു. അതാ ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുന്ന അങ്ങനെയാണ്. ദൈവം അവരോട് പറഞ്ഞു, യഹൂദ ഗോത്രം പുറപ്പെടട്ടെ. അങ്ങനെ യഹൂദ ഗോത്രം മുൻപന്തിയിൽ നിന്ന് ഇനിയുള്ള കനാന് രാജാക്കന്മാരുടെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്നതായി ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കുന്നു. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങൾ വരുമ്പോൾ ദൈവജനത്തിൻ്റെ പരാജയമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൂടുതൽ വർണ്ണിക്കുന്നത്. ഓരോ സമയങ്ങളിൽ യുദ്ധത്തിൽ വിജയം ഉണ്ടാകും, അതിൻ്റെ നന്മകളൊക്കെ അവർ പ്രാപിക്കും, അത്രയും സ്ഥലം കൂടെ ഇസ്രായേൽ മക്കൾ പകുത്തെടുക്കും. പക്ഷെ പിന്നീട് അവർ ഈ കനാനിലുള്ള ജാതീയ ദേവന്മാരിലേക്ക് അവർ തിരിയും. ദൈവമായ യഹോവയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മീയ നിയോഗത്വമൊന്നും അവർക്കത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവമാണ് ഞങ്ങളെ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് നേതാക്കന്മാരാരുമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം അവരെ പഠിപ്പിക്കുവാനാണ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നതെങ്കിലും പക്ഷെ അവർക്കതിനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. അവർ കാണുന്ന ദേവന്മാരിലെല്ലാം പോയി. അവർ ദൈവസന്നിധിയിൽ പിന്മാറുമ്പോൾ ദൈവം ചില ജാതീയ ശക്തികളെ ഇവരെ ഏൽപ്പിക്കും. അപ്പോൾ ജാതികളുടെ ശക്തികൾ ഇവരുടെ മേൽ ആധിപത്യം പുലർത്തും. അതിൻ്റെ നെടുവീർപ്പുകൾ കാലങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവർ നിലവിളിക്കുമ്പോൾ ദൈവത്തിന് അവരോട് കരുണ തോന്നുമ്പോൾ ദൈവം അത് സമയങ്ങളിൽ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായി ഓരോരുത്തരെ നിയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം. ഏകദേശം ഒരു 440 സംവത്സരത്തോളം ന്യായാധിപന്മാരായ ചിലരെ ദൈവം നിയോഗിച്ചു. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഈ ഭാഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് പഠിച്ചു വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14 ന്യായാധിപന്മാരും പിന്നീട് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ 2 ന്യായാധിപന്മാരെയും കാണുന്നു. അങ്ങനെ 16 ന്യായാധിപന്മാരെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏകദേശമുള്ള 400 സംവത്സര കാലത്തിനിടയിൽ നിയോഗിച്ചു. ഒത്നിയേൽ മുതൽ ശിംശോൻ വരെയുള്ള 14 ന്യായാധിപന്മാരുടെ ചരിത്ര കാലഘട്ടമാണ് ശരിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധേയമായ ചിലരാണ് ഗിദെയോന്, യിഫ്താഹ്, ശിംശോനൊക്കെ. ഇവരുടെ ന്യായാധിപ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് വളരെ അനുഗ്രഹവും നന്മയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇവർ ശത്രുക്കളായ ആളുകളോട് യുദ്ധം ചെയ്യുകയും അവരുടെ ദേശത്തെ അവകാശമാക്കി ഇസ്രായേലിന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ചില ദൂതന്മാരെ ഏത് രൂപത്തിലാണ് അയച്ചെന്നറിയത്തില്ല, മനുഷ്യരൂപത്തിലോ അല്ലാതെയോ, അത് വളരെ വ്യക്തമായി കാണുന്നില്ലെങ്കിലും ദൂതന്മാരുമായി ഇടപെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ചിലരെ പ്രവാചകന്മാരായും എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രവാചക കാലഘട്ടമല്ലാത്തത് കൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. എന്നാൽ ന്യായാധിപന്മാർ വന്ന് ജനത്തെ ന്യായപാലനം ചെയ്യും, ദൈവിക വഴികളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർ അത് കേട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരും, ദൈവം അവരെ രക്ഷിക്കും, അവർക്ക് പിന്നെ നന്മയുണ്ടാകും. ഇങ്ങനെ ഉള്ള ഒരു 400 സംവത്സര കാലത്തെ കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ ഭരണത്തിന് കീഴിൽ ഇസ്രായേൽ ജനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ 400 സംവത്സര കാലത്തിന് ഏറ്റവും ഒടുവിലാണ്
ശിംശോനെ കാണുന്നത്. ശിംശോന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശിംശോന്റെ ശുശ്രൂഷകളൊക്കെ വളരെ വ്യത്യസ്തമായ നിലകളിലാണ് ബൈബിളിൽ നമ്മൾ പഠിക്കുന്നത്. സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും താനെ ദൈവാത്മാവിൽ ചെയ്തെന്നൊക്കെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അത് ഒരു കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നിയോഗിക്കുന്നത് ഓരോ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാനാണ്. നമ്മുടെ കാലഘട്ടമല്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ ദൈവജനമാകുന്ന ഇസ്രായേലിന് വേണ്ടത് യുദ്ധത്തിൽ വിജയം മാത്രമല്ല, യുദ്ധം ചെയ്ത് ആക്രമിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ സകല ഓഹരികളും. ഇങ്ങനെ ഭൗമികമായ ഒരു വിടുതലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള ആളുകളിൽ വ്യാപരിക്കുമ്പോൾ അത്തരം ശുശ്രൂഷകളും പ്രവർത്തികളും അവർ ചെയ്യുന്നതായി കാണുന്നു. ഇനി നമ്മൾ തുറന്നുള്ള ഏലി പുരോഹിതനും ശമൂവേൽ പ്രവാചകനും ന്യായാധിപന്മാരുടെ ലിസ്റ്റിൽ വരുന്നതാണ്. പക്ഷേ അത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഇതിനിടയിൽ കിടക്കുന്ന ഒരു ലഘു പുസ്തകമാണ് മൂന്നാമതായി കാണുന്ന രൂത്തിൻ്റെ പുസ്തകം. ബൈബിളിൽ സ്ത്രീകളുടെ നാമത്തിൽ 2 പുസ്തകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ. ഒന്ന് രൂത്തും മറ്റേത് എസ്തേർ. ഈ രൂത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഈ തിരുവചനത്തിൽ അവളുടെ പേര് വരുവാൻ യാതൊരു യോഗ്യതയുമില്ല. കാരണം അവൾ മോവാബിയാണ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വരാൻ പോലും 10 തലമുറയ്ക്ക് പോലും കഴിയാത്ത വിധം ശാപമേറ്റുവാങ്ങിയ ഒരു വർഗമാണ് മോവാബിയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്നും ഒരു സ്ത്രീ ദൈവകൃപയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമായൊരു വിഷയമാണ്. എങ്ങനെയാണ് ഈ രൂത്തിൻ്റെ പുസ്തകം ഈ ബൈബിളിൽ വരാൻ കാരണം? രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ആരാണ്? അവൾ മോവാബിയ സ്ത്രീയാണ്. ഇവിടെ രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുന്ന ഇങ്ങനെയാണ്: ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി കാണുന്നൊരു വിഷയം, മോവാബ്യർ ഇസ്രയേലിനെ ആധിപത്യം ചെയ്തൊരു കാലഘട്ടമാണ്. അന്ന് ദേശത്തൊരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൽ ബേത്ലഹേമിൽ പാർത്ത ഈ കുടുംബം ക്ഷാമത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് സമൃദ്ധി കിട്ടുമെന്ന് വിചാരിച്ച് മോവാബിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? എലിമേലേക്ക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, നവോമി എന്നു പേരുള്ള തൻ്റെ ഭാര്യ, മഹ്ലോൻ കില്യോൻ എന്നു പേരുള്ള 2 മക്കൾ. അവിടെ ചെന്നപ്പോൾ എലിമേലേക്ക് മരിച്ചു, 2 മക്കളും മരിച്ചു. ഈ സ്ത്രീ മാത്രം ഒറ്റപ്പെട്ടു. ഈ രാമക്കൾ 2 പേരും അവിടെ ചെന്ന് മോവാബ്യരായ 2 പേരെ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിലൊരുത്തിയുടെ പേര് ഒർപ്പ എന്നും മറ്റൊരാളുടെ പേര് രൂത്ത് എന്നുമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബേത്ലഹേമിലെ ക്ഷാമം മാറി സമൃദ്ധിയായെന്നറിഞ്ഞ് ഈ വിധവയായ നവോമി എന്ന സ്ത്രീ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ തങ്ങളുടെ മരുമക്കളിൽ ഒരാൾ അവരുടെ ദേശത്ത് നിൽക്കാനും മറ്റൊരാൾ അവളോടൊപ്പം കൂടെ സഞ്ചരിക്കാനും തയ്യാറായി. അവളുടെ പേരാണ് രൂത്ത്. ഈ രൂത്തിനെ ഇത്രമാത്രം ഈ തിരുവചനത്തിൽ വിശേഷിപ്പിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ രൂത്ത് അമ്മായിമ്മയോടൊപ്പം ബേത്ലഹേമിൽ വന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുന്നത് നിത്യജീവിതത്തിന് വഴിയില്ലായകയാൽ ഈ അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം രൂത്ത് എന്ത് ചെയ്തു? വയലിൽ കറ്റ കൊയ്യുന്ന സമയമായതുകൊണ്ട് ഇത് പെറുക്കാനും അതുകൊണ്ട് ഉപജീവിക്കാനും തയ്യാറായി ഈ മകൾ, അതായത് ഈ നവോമിയുടെ മരുമകൾ കടന്നുപോയതായിട്ട് നമ്മുടെ 2-3 അധ്യായങ്ങൾ വായിക്കുന്നത്. പക്ഷെ അവൾ ചെന്ന് ഭാഗ്യവശാൽ ബോവസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ധനികനായ ഒരു മനുഷ്യൻ്റെ വയലിലായിരുന്നു. അവൾക്ക് അവനിൽ നിന്ന് ഒരുപാട് കാരുണ്യം ലഭിച്ചു. ചുരുക്കത്തിൽ നമ്മൾ ആ ബൈബിൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചു വരുമ്പോൾ അവൻ അവളെ വിവാഹം കഴിച്ചു. നോക്കുക, മോവാബിൽ കിടന്ന ശാപത്തിന് നിഴലിൻ കീഴിൽ പാർത്ത വിധവയായ ഒരു സ്ത്രീ
ഒന്നുമില്ലായ്മയിൽ ഒന്നും കണ്ടുകൊണ്ടല്ല, വിശ്വാസത്താൽ അവൾ അമ്മായിമയിൽ കണ്ട എന്തോ ആത്മീയ ചൈതന്യത്തിൻ്റെ മുമ്പിൽ അവൾ അന്ന് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ അവൾ ഇറങ്ങിത്തിരിച്ച് ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ ചെന്നു. പിൽക്കാലത്ത് അവൻ അവളെ വിവാഹം കഴിച്ച് അവൻ അവളുടെ ഭർത്താവായി തീർന്നു. ഈ ചരിത്രമാണ് ഈ രൂത്തിന്റെ ഈ 4 അധ്യായങ്ങളിൽ വായിക്കുന്നത്. ഈ രൂത്തിന്റെ പുസ്തകം എഴുതിയത് ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നില്ല. അത് ഒരു പക്ഷേ ഏതെങ്കിലും പ്രവാചകന്മാരോ, പൊതുവെയുള്ള അഭിപ്രായത്തിൽ ശമൂവേൽ പ്രവാചകനാണെന്ന് പറയുന്നു. BC 1500-നും 1400-നും ഇടയിലാണ് ഈ പുസ്തകം രചിച്ചത്. ഇതിനകത്ത് കാണുന്ന ഈ 2-3 വ്യക്തിത്വത്തെ പരാമർശിക്കുന്നതാണ് ഈ പുസ്തകത്തിന് പ്രാധാന്യം. ഇതിനകത്ത് സഭയുണ്ട്, ഇതിനകത്ത് പിതാവായ ദൈവമുണ്ട്, ഇതിനകത്ത് പുത്രനായ യേശുവുണ്ട്. ഇതിനെ സാദൃശ്യപ്പെടുത്തുന്ന സംഭവ ചരിത്രമായതുകൊണ്ടാണ് ഈ രൂത്തിന്റെ പുസ്തകം തിരുവചനത്തിൽ ചരിത്ര പുസ്തകത്തിലേക്ക് കുടിയേറുവാൻ കാരണമായത്. രൂത്ത് ശരിക്കും സഭയ്ക്ക് സാദൃശ്യമാണ്. ഒരു സഭ എന്ന നിലയിൽ വിശ്വസിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തി. കൃപയാൽ അത്രേ ബോവസ് എന്ന യേശുക്രിസ്തുവിൻ്റെ ഭാഗ്യപദവിയിലേക്ക് എത്തുവാൻ കഴിയുന്നത്. അതിനെ പഠിപ്പിക്കുന്ന ഒന്നാണ് ഈ രൂത്തിന്റെ പുസ്തകം. നവോമി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ പരിശുദ്ധാത്മാവിന് സാദൃശ്യമായി നിൽക്കുകയാണ്. അവളുടെ നിയോഗമനുസരിച്ചാണ് രൂത്ത് കാര്യങ്ങളെല്ലാം നീക്കം ചെയ്തത്. അപ്പോൾ ഈ പുസ്തകം വളരെ ആത്മീയ ചൈതന്യമുള്ള ഒരു പുസ്തകമാണ്. ഇത് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ പഠിക്കാമെങ്കിൽ നമുക്കിതൊന്നും വിലയേറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായി കഴിയും. തുടർന്നുള്ള പുസ്തകങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ തിരുവചനത്തിൽ നിന്നും ശമൂവേലിൻ്റെ 1-ഉം 2-ഉം പുസ്തകങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകം BC 1200-നും 1100-നും ഇടയിൽ എഴുതിയ പുസ്തകമാണെന്ന് പറയുന്നു. ശമൂവേലിൻ്റെ പേരാണ് ഈ 2 പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നെങ്കിലും ശമൂവേൽ 1-ഉം 2-ഉം പുസ്തകങ്ങൾ പലർ എഴുതി ഒന്നിച്ച് ചേർത്തിട്ടുള്ളതാണ്. ശമൂവേൽ ഇതിനകത്ത് ഗ്രന്ഥകർത്താവുണ്ട്. ദാവീദ്, നാഥാൻ ഇവരെല്ലാം ഇതിനകത്ത് ഗ്രന്ഥകർത്താക്കന്മാരായി വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം തുടങ്ങുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായപാലനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഏകദേശം ഒടുവിലത്തെ സമയം. ഏലി എന്ന പേരുള്ള ഒരു പുരോഹിതൻ ന്യായാധിപനും ഭരണകർത്താവുമായി തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന ചരിത്രമാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങിയെന്നും ചെവി കേൾക്കാൻ മേലാതെ വന്നെന്നൊക്കെ നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇവിടെ എലി പുരോഹിതൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹന്ന എന്ന് പറയുന്ന സ്ത്രീക്ക് ദീർഘകാലം മക്കളില്ലായിരുന്നിട്ട് ഒരു മകൻ പ്രാർത്ഥനയിൽ ലഭിച്ച ചരിത്രമാണ് നമ്മൾ ആദ്യ അധ്യായങ്ങൾ വായിക്കുന്നത്. അവന് ശമൂവേൽ എന്ന് പേര്. ഈ ശമൂവേലിനെ ലഭിച്ചാൽ, ഒരാൺസന്തതിയായി എനിക്കൊരാളെ ലഭിച്ചാൽ ഞാൻ അവനെ യഹോവയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് ഈ ഹന്ന എന്ന അമ്മ നേർന്നിരുന്നത് മുഖാന്തരം ശമൂവേലിന് മുലകുടി മാറിയപ്പോൾ യഹോവയുടെ ആലയത്തിൽ എലി പുരോഹിതൻ്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നാക്കി. അദ്ദേഹത്തിന് കണ്ണു മങ്ങിപ്പോയി, ദൈവശബ്ദം കേൾക്കാൻ കാതില്ല, ദർശനമൊന്നും കാണാറില്ല. ഇസ്രായേൽ ജനം ബോധിച്ച വഴിയിൽ കൂടെ നടക്കുന്നൊരു കാലഘട്ടം. തൻ്റെ മക്കളാണെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ച് അവിടെ ആലയത്തിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരുമായി വിഹിതമല്ലാത്ത വിധത്തിൽ ഇടപെടുകയും യാഗവസ്തുക്കൾ മോഷ്ടിക്കുകയെന്ന് വേണ്ട വളരെയധികം ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം അസ്ഥാനത്താക്കി അസാൻമാർഗികമായും അധാർമികമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശമൂവേൽ എന്ന ബാലൻ യഹോവയുടെ ശബ്ദം കേൾക്കുന്നതായി 3-ാം അധ്യായത്തിൽ കാണുന്നു. ശമൂവേൽ എന്ന ബാലൻ യഹോവയുടെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അത് എലി പുരോഹിതനെ അറിയിക്കുന്നു. പിന്നുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ ഫിലിസ്ത്യരുമായുള്ള യുദ്ധങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ, ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ പവിത്രമായി കണ്ടിരുന്ന, ദൈവസാന്നിധ്യമായി കണ്ടിരുന്ന യഹോവയുടെ നിയമപ്പെട്ടകം പിടിക്കപ്പെടുന്നത് എന്ന് വേണ്ട ഒരു വലിയ യുദ്ധ ചരിത്രത്തിലേക്കാണ് ഈ 1-ാമത്തെ പുസ്തകം മുമ്പോട്ട് പോകുന്നത്.
ഇങ്ങനെ ശമൂൽ ദീർഘവർഷങ്ങൾ ഇസ്രായേൽ ജനത്തെ 40ഓളം വർഷങ്ങൾ ഭരിച്ചു. ശമൂലിന്റെ കാലം ഇസ്രായേൽ മക്കൾക്ക് സമാധാനമായിരുന്നു. എലി പുരോഹിതൻ മരിച്ചു. ശമൂൽ പ്രവാചകൻ ന്യായാധിപ സ്ഥാനത്തേക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. തൻ്റെ ചരിത്ര കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് വളരെ ആശ്വാസവും സന്തോഷവും അനുഗ്രഹവുമായിരുന്നു. എന്നാൽ ശമൂലിൻ്റെ കാലത്തെ അവസാന ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ ശമൂലിൻ്റെ പുസ്തകത്തിലെ ഏകദേശമുള്ള ഒരു നല്ല ഭാഗം ശമൂലിൻ്റെ ചരിത്രമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ശമൂലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ രാജ്യക്കാരെയും പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ തരണമെന്ന് പറഞ്ഞു. അത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു, ശമൂലിനും അനിഷ്ടമായിരുന്നു. ഇതുവരെ മിസ്രയീമിൽ നിറങ്ങി തിരിച്ച കാലഘട്ടം മുതൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊടുത്ത് ഭക്ഷിക്കാൻ ഭക്ഷണവും കുടിപ്പാൻ വെള്ളവും നൽകി ഇത്രയും കാലം പോറ്റി പുലർത്തിയ ദൈവാധിപത്യത്തിന് വിരോധമായ ഒരു അപേക്ഷയായിരുന്നു ഇവിടെ ഇസ്രായേൽ മക്കൾ ശമൂലിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ശമൂലിനോട് ദൈവം പറഞ്ഞു, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഒരു രാജാവിനെ നീ വാഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂൽ ഇസ്രായേൽ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രാർത്ഥിച്ച് അവർക്ക് രാജാവിനെ നിയോഗിച്ചു കൊടുത്ത ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ രാജാവാണ് ശൗൽ. ശൗലിനെ കുറിച്ച് വേദപുസ്തകം ശമൂലിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് എല്ലാവരേക്കാളും പൊക്കമേറിയവൻ എന്നാണ് ഒരു വിശേഷണം. രണ്ടാമതായി യുദ്ധ നൈപുണ്യം ഉള്ളവൻ. ഏത് കാര്യം ഏൽപ്പിച്ചാലും തക്ക സമയത്ത് വിശ്വസ്തയോടുകൂടെ ചെയ്തു തീർക്കുന്ന ഒരു പ്രകൃതക്കാരൻ. തൻ്റെ അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടി നാടും ദേശവും അലഞ്ഞു തിരിഞ്ഞ് നടന്ന അത്രമാത്രം ഉത്തരവാദിത്വ ബോധമുള്ളവനായിരുന്നു ശൗൽ. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ശൗൽ ദൈവകൃപയിൽ നിന്നെല്ലാം അന്യപ്പെട്ടു. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാതായി ചില യുദ്ധങ്ങളിൽ ദൈവകൽപ്പനകളെ ലംഘിച്ചു. അരുതാത്ത കാര്യങ്ങൾ പലതും ശൗൽ ചെയ്തതോടുകൂടെ ശമൂലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ ദൈവാത്മാവ് വിട്ടുപിരിഞ്ഞുവെന്ന് വായിക്കണം. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ശൗൽ ഇപ്പോൾ ദുരാത്മാവിനാൽ നയിക്കപ്പെട്ടവനായി തീർന്നു. ആ കാലഘട്ടത്തിലാണ് ദൈവം ദാവീദിനെ നിയോഗിച്ച് ശൗലിൻ്റെ ഭവനവുമായി ബന്ധപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ എല്ലാവരും നെടുവീർപ്പോടുകൂടെ ഫിലിസ്തീയ സൈന്യത്തെയും അവർ നിയോഗിച്ച ഗോലിയാത്ത് എന്ന വൻശക്തിയും കണ്ട് ഭയപ്പെട്ടിരിക്കുമ്പോൾ ദാവീദാണ് യഹോവയുടെ ആത്മാവിൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ആ ഗോലിയാത്തിനെ കൊന്നൊടുക്കുവാൻ കഴിഞ്ഞത് ദാവീദിനാണ്. ഈ ദാവീദിൽ വ്യാപരിച്ച ദൈവശക്തി കണ്ട് ശൗൽ ഭയപ്പെടാൻ തുടങ്ങി. പിന്നെ ഇവർ തമ്മിൽ ശത്രുക്കളായി മാറി. ഏറ്റവും ഒടുവിലായി നമ്മൾ ശമൂലിൻ്റെ 1-ാം പുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: നിരാശാജനകമായ നിലയിൽ മരിച്ചു. ആ മരണത്തോടുകൂടെ ശമൂലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ ചരിത്രം അവസാനിക്കുകയും 2-ാം പുസ്തകം 24 അധ്യായങ്ങൾ കാണുന്നത് ശൗലിൻ്റെ മരണശേഷം ദാവീദിന് ലഭിച്ച ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ ജനങ്ങളെ ഭരിപ്പാനായി ആദ്യകാലങ്ങളിൽ ദാവീദിനെ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച രാജാവായി ഏകദേശം 40 സംവത്സരത്തോളം ഇസ്രായേലിനെ ഭരിപ്പാൻ ഒരിടയബാലനായി ജീവിച്ചു വന്ന ദാവീദിന് ദൈവം ഭാഗ്യം നൽകിയതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ ഈ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ വേണ്ടതുപോലെ ദൈവത്തിങ്കൽ ഏകാന്തതയിൽ പോകുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല ഈ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ദാവീദിൻ്റെ കാലഘട്ടങ്ങളിൽ മാത്രമേ ഇസ്രായേൽ മക്കളെ ദൈവിക വിഷയവുമായി ബന്ധപ്പെടുത്തി ശക്തീകരിപ്പാനായി കഴിഞ്ഞിട്ടുള്ളൂ. ശൗലിൻ്റെ കാലഘട്ടം കുറേ യുദ്ധങ്ങൾ നടത്തിയെന്നല്ലാതെ ദൈവപ്രമാണത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ശരിക്കും ശൗലിന് കഴിഞ്ഞില്ല. കാരണം ശൗലിനെ പ്രതിദാനം ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ജഡീഹ മനുഷ്യൻ എന്ന നിലയിലാണ്. എന്നാൽ ദാവീദിനെ പ്രതിദാനം ചെയ്യുന്നത് ഒരാത്മീയ മനുഷ്യൻ്റെ സാദൃശ്യത്തിലാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ശൗലിൽ കുറേ കാലത്തേക്ക് ദൈവാത്മാവുണ്ടായിരുന്നു, പിന്നീട് വിട്ടുപോയി ദുരാത്മാവ് വന്നു. എന്നാൽ ദാവീദിൽ ആദ്യോടന്തം കാണുന്നത് ദൈവാത്മാവിൻ്റെ നിയോഗമായിരുന്നു.
ദാവീദിൻ്റെ ജീവിതത്തിലും കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അത് സമയങ്ങളിൽ ചില ശിക്ഷകളൊക്കെ നടത്തിയതായി ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിലെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ചില രോഗബാധകൾ അയച്ചിട്ടുണ്ട്, ചില ശിക്ഷാവിധികൾ നടത്തിയിട്ടുണ്ട്. കാരണം അതിന് മുഖാന്തരമായത് ദാവീദിൽ വന്ന ചില പാളിച്ചകളാണ്. ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ദാവീദ് ചെയ്തതിന് മുമ്പിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം ദാവീദിൻ്റെ അവസാന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അവസാനിക്കുകയാണ്. ഇനി വരുന്ന നമുക്ക് പഠിക്കാനുള്ള രാജാക്കന്മാരുടെ 1-2 പുസ്തകങ്ങളാണ്. രാജാക്കന്മാരുടെ 1-2 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് BC 1050 BC 500 ഇടയിൽ എഴുതിയിട്ടുള്ളതാണ്. അത് എഴുത്തുകാരെ സംബന്ധിച്ച് അന്നത്തെ ശാസ്ത്രിമാർ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇരമ്യാവോ അങ്ങനെയുള്ള പ്രവാചകന്മാരോ ആകാമെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ രാജ്യഭരണത്തോടുള്ള ബന്ധത്തിലാണ്. ശലോമോൻ രാജാവിൻ്റെ ഭരണം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ, ജ്ഞാനിയായ, ഭരണ നൈപുണ്യമുള്ള ഒരു രാജാവായിരുന്നു ശലോമോൻ. ദാവീദിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ തൻ്റെ മറ്റു പല മക്കളും ഈ രാജസ്ഥാനത്തേക്ക് വരാനായി ശ്രമിച്ചുവെങ്കിലും ദൈവം അതിന് അവസരം നൽകിയില്ല. ഏറ്റവും ഒടുവിലായി ലഭിച്ച ചാൻസ് ശലോമോനായിരുന്നു. ദൈവം നേരത്തെ വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതിയിൽ ഞാൻ ഒരുവനെ സിംഹാസനത്തിൽ ഇരുത്തും, അവൻ എൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നിലനിന്നാണ്, അവൻ്റെ തലമുറയിൽ ഒരിക്കൽ പോലും രാജ്യത്വം വിട്ടുപോകയില്ലെന്ന്. അങ്ങനെ സ്ഥിരമാക്കപ്പെട്ട, എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ഒരു രാജ്യത്വമാണ് ദൈവം ശലോമോനെ നിയമിച്ചത്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ശലോമോൻ കുറേ കഴിഞ്ഞ് തൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വം വന്നപ്പോൾ ദൈവം അരുതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലേക്ക് താൻ ഇറങ്ങിപ്പോയി. ദൈവം പ്രധാനമായി പറഞ്ഞ 1-2 കാര്യങ്ങൾ, നീ ഒരിക്കലും മിസ്രയീമിൽ പോയി കുതിരകളെ എടുക്കരുതെന്ന് പറഞ്ഞാൽ മിസ്രയീമിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. 2, നിന്റെ പിതാവായ ദാവീദ് എൻ്റെ മുമ്പാകെ ചെയ്തിട്ടുള്ള ആ തികഞ്ഞ അനുസരണം, എൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്നെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിന്റെ തലമുറയിൽ ഒരാൾ ഈ സിംഹാസനത്തിൽ ഇല്ലാതെ വരികയില്ല. ദൈവം വാഗ്ദത്തം ചെയ്തു. ഒരു നിത്യരാജ്യത്വമാണ് ദൈവം ശലോമോന് വാഗ്ദത്തം ചെയ്തു. പക്ഷേ ഈ നിത്യരാജ്യത്വം ശലോമോൻ നഷ്ടപ്പെട്ടു പോയി. മിസ്രയീമിൽ പോയി കുതിരകളെടുക്കാൻ മിസ്രയീമിൽ പോയപ്പോൾ മിസ്രയീമിൽ നിന്നും പല സ്ത്രീകളെയും താൻ വിവാഹം കഴിച്ചു. ഒരുപാട് സ്ത്രീകൾ ഭാര്യമാരായും ദാസിമാരായും ശലോമോൻ ഏറ്റെടുത്തു. അപ്പം സ്ത്രീകളെ ഏറ്റെടുത്തത് മാത്രമല്ല, തനിക്ക് പരാജയം സംഭവിച്ചത് ഈ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം താൻ നിൽക്കേണ്ടി വന്നു. ജാതീയ മണ്ഡലത്തിൽ നിന്ന് വന്ന സ്ത്രീകൾക്ക് അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നതിന് ആലയം വേണം, ആരാധനാ സൗകര്യം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ശമരിയ മലയിൽ താനെ ഒരു പള്ളി ഉണ്ടാക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കി, ഒരു ക്ഷേത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ആലയം ഉണ്ടാക്കി, അവിടെ അവർക്ക് ആരാധനയ്ക്ക് സൗകര്യം കൊടുത്തു. അതാണ് കർത്താവായ യേശുവിൻ്റെ കാലത്ത് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ശമരിയാക്കാരത്ത് സ്ത്രീ ചോദ്യം, യഹൂദന്മാർ യെരുശലേമിൽ ആരാധിക്കുന്നു, ഞങ്ങളുടെ ആളുകൾ ആ മലയിൽ ആരാധിക്കുന്നു, ഏതാണ് ശരിയായ ആരാധന ചോദിക്കാനുള്ള ചരിത്ര പശ്ചാത്തലം ഉണ്ടാക്കി വെച്ചത് ശലോമോനാണ്. അപ്പോൾ ആ ദൈവത്തിന് അനിഷ്ടമായതുകൊണ്ട് തന്നോട് ദൈവം പറഞ്ഞ നിത്യരാജ്യത്വം എന്ന വാഗ്ദത്തം ദൈവം എടുത്തു കളഞ്ഞു. ശലോമോൻ്റെ രാജഭരണകാലം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിരുന്നു, വളരെ പ്രയോജനകരമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ശലോമോൻ്റെ അവസാനം എന്ന് പറയുന്നത് പരിതാപകരമായ ഒരു അവസ്ഥയിലായിപ്പോയി. ശലോമോൻ രാജാവ് മരിക്കുന്നോളം ബന്ധത്തിൽ ഒരുപാട് വിഷയങ്ങൾ തൻ്റെ കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തുമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ വായിക്കാനായി കഴിയുന്നു. അപ്പോൾ ഈ ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം രാജ്യം 2ആയി ഭാഗിക്കപ്പെടുന്നു. ശലോമോൻ്റെ ദാസന്മാരിൽ ഒരുവനായ യൊരോബെയാമും തൻ്റെ മക്കളിൽ ഒരുവനായ രെഹബെയാമും, ഇവർ രണ്ടുപേരും രാജ്യത്വം ചിന്തിപ്പറിച്ചെടുത്തു. 10 ഗോത്രങ്ങൾ യൊരോബെയാമിനും 1 ഗോത്രം മാത്രം യൊരോബെയാമിനും കിട്ടി. അങ്ങനെ യൊരോബെയാമിൻ്റെ രാജ്യത്തെ യഹൂദ രാജ്യമെന്നും
യോരബയാമിൻ്റെ രാജ്യത്തെ ഇസ്രയേൽ രാജ്യമെന്നും പേരിട്ടു. അങ്ങനെ ഈ ഇസ്രയേൽ ഗോത്രങ്ങൾ 10ഉം 1ഉമായി മാറി 2 രാജാക്കന്മാരുടെ ഭരണമായി. ഇവർ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഈ രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ കൂടെ കാണുന്ന ഏകദേശം 11ഓളം പ്രാവശ്യം യുദ്ധം ചെയ്തതായി വായിക്കുന്നു. ഈ യുദ്ധങ്ങളിലെല്ലാം അവർ പരസ്പരം പോരാടി ആളുകൾ നശിച്ചു. വിജയവും പരാജയങ്ങളെല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ മുമ്പോട്ട് പോകുന്ന വേളയിൽ ഈ 2-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ BC 600ഓളമായി കാലഘട്ടം. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ശക്തനായ രാജാവായിരുന്ന നെബൂഖദ്നേസർ രാജാവ് യഹൂദിയ ഇസ്രയേൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വരുന്നു. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ അവസാനത്തോടുകൂടെ ചരിത്രം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. യഹൂദ രാജാവ് അവസാനം വരുന്നു. ഇസ്രയേൽ രാജ്യം അതിനു മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും ഒടുവിലത്തെ രാജാവ് യഹോയാക്കീമിനെ ജീവനോട് രാജാവ് പിടിച്ചുകൊണ്ടുപോയി. ആ ചരിത്രമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ചരിത്രം. അങ്ങനെ ഇസ്രയേൽ രാജ്യം എന്നും യഹൂദ രാജ്യമെന്നും പേർ പറയപ്പെട്ട ഇസ്രയേൽ മക്കളുടെ രാജ്യങ്ങൾ രണ്ടും BC 600ഓട് അടുത്ത കാലഘട്ടങ്ങളിൽ നാമാവശേഷമായി. അവരെ ബാബിലോൺ സാമ്രാജ്യം ഏറ്റെടുത്ത് അവരുടെ ആരാധനാ സൗകര്യങ്ങളില്ലാതാക്കി. യെരുശലേം ദേവാലയം നശിപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ രാജഭരണം അതോടെ അവസാനിച്ച് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. പരദേശികളായ ആളുകളെല്ലാം ഈ മനോഹര ദേശത്ത് കുടിയേറി. ഇവരുണ്ടാക്കിയ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ആലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരുപാടും പൊന്ന്, വെള്ളി മുതലായ വിലയേറിയ സാധനങ്ങളുണ്ടായിരുന്നെല്ലാം രാജാവ് എടുത്തുകൊണ്ടുപോയി. ഇങ്ങനെ ദേശം നഷ്ടപ്പെട്ടു, സ്ഥാനഭ്രഷ്ടരായി. അതിനാണ് ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത്. BC 603 മുതൽ ഏകദേശമുള്ള സംഖ്യ പഠിക്കുമ്പോൾ ചരിത്ര കാലഘട്ടങ്ങളിൽ ഇസ്രയേൽ മക്കൾ പ്രവാസികളായി വീണ്ടും മാറുന്നു. വളരെ വർഷങ്ങൾ മിസ്രൈമിൽ പ്രവാസികളായിരുന്ന ഇസ്രയേൽ മക്കളെ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത വാഗ്ദത്തം അനുസരിച്ച് അവരെ അവിടുന്ന് പറിച്ചു മാറ്റി സ്വജനത്തെ തൻ്റെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിച്ചെങ്കിലും ദീർഘവർഷങ്ങൾ, ഏകദേശം 1000 ചില്ലുവാനും വർഷങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഇസ്രയേൽ ജനം വീണ്ടും ദൈവത്തിന് നടന്നുപോയി. ആ അകൽച്ച മുഖാന്തരം വീണ്ടും ഇവരെ പ്രവാസികളാക്കി ദൈവം മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് പോയവരിൽ ഒരുവനാണ് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നൊക്കെ നമ്മൾ പറയുന്ന ശ്രേഷ്ഠന്മാരായ ആളുകൾ, രാജകുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളെ നെബൂഖദ്നേസർ രാജാവ് തിരഞ്ഞെടുത്ത് രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി റോയൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചരിത്രമൊക്കെയാണ് നമ്മൾ ദാനിയേലിൽ പഠിക്കുന്നത്. അപ്പം ഈ ചരിത്ര കാലഘട്ടം ഇങ്ങനെ രാജാക്കന്മാരുടെ 2 പുസ്തകത്തോടുകൂടെ അവസാനിക്കുന്നു. പിന്നെ വരുന്നത് ദിനവൃത്താന്തങ്ങളുടെ 1ഉം 2 പുസ്തകങ്ങളാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. കാരണം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ പ്രവാചകന്മാരാരോ അത് ഒരു പ്രത്യേക രീതിയിൽ ഏറ്റെടുത്ത് അടുക്കും ചിട്ടയോടുകൂടെ ആവർത്തിച്ചെഴുതിയ ഒരു പുസ്തകമെന്ന് മാത്രമേ ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ശേഷിക്കുന്ന ചരിത്ര പുസ്തകത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ഇനി നമുക്ക് എസ്ര, നെഹമ്യാവ്, എസ്തർ എന്നിങ്ങനെ 3 പുസ്തകങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 പുസ്തകങ്ങളും BC 540 BC 500 ഇടയിലുള്ള ഈ 40 കൊല്ലത്തിനിടയിൽ എഴുതിയതാണ്. എസ്രയുടെ പുസ്തകവും എസ്ര എഴുതിയതാണ്. എസ്തേറിൻ്റെ പുസ്തകവും എസ്ര എഴുതിയെന്നാണ് പൊതുവെ അഭിപ്രായം. നെഹമ്യാവിൻ്റെ പുസ്തകം നെഹമ്യാവ് എഴുതി. ഈ പുസ്തകം 3ഉം എഴുതുന്ന ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് ശേഷം മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ ബൈബിൾ ചരിത്രകാലം പഠിക്കുമ്പോൾ ലോകത്തിൽ ഇന്നയോളമുള്ള ചരിത്രങ്ങളിൽ ഏറ്റവും ശക്തന്മാരായ
വേൾഡ് വൈഡായിട്ട് ലോകം മുഴുവൻ ഭരിക്കപ്പെട്ടിട്ടുള്ള 4 ലോക മഹാസാമ്രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തെ ലോകമഹാസാമ്രാജ്യമായിരുന്നു നെബൂഖദ്നേസർ രാജാവിൻ്റെ നേതൃത്വത്തിലുണ്ടായ ബാബിലോൺ സാമ്രാജ്യം. BC 606 മുതൽ 538 വരെ നിലനിന്നു. BC 538 മുതൽ BC 330 വരെ മേദ്യൻ പേർഷ്യൻ ഒരു സംയുക്ത രാഷ്ട്രമായിരുന്നു. പിന്നീട് പേർഷ്യക്കാർ കൂടുതൽ ആധിപത്യം പുലർത്തി. മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യം ലോക സാമ്രാജ്യമായി നിലനിന്നു. BC 330 മുതൽ 30 വരെ ഗ്രീസ് സാമ്രാജ്യം ലോകൈക സാമ്രാജ്യമായി നിലനിന്നു. BC 30 മുതൽ AD 365 വരെ റോമൻ സാമ്രാജ്യം നിലനിന്നു. ഇതിൽ നെബൂഖദ്നേസർ രാജാവാണ് ഇസ്രയേൽ രാജാക്കന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി യെഹോയാക്കീമിനെ പിടിച്ചു കൊണ്ടുപോയി ആലയം ഇല്ലാതാക്കി, ശൂന്യമാക്കി, ജനങ്ങളെല്ലാം അടിമകളാക്കി നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പിച്ചത്. അന്നു മുതൽ 70 സംവത്സര കാലത്തേക്കാണ് ഈ പ്രവാസമെന്ന് പരിശുദ്ധാത്മാവ് അന്നത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവ് ഈ പ്രവാസകാലത്ത് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചതാണ് യെശയ്യാവ്. ഇവരുടെ പ്രവചന കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന 70 സംവത്സരം ദാനിയേൽ പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ 70 സംവത്സരക്കാലം എന്ന് പറയുമ്പോൾ ഏകദേശം 530 കഴിയുമ്പോൾ ഇവരുടെ പ്രവാസകാലം തീരുന്നു. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് ശേഷം പിന്നീട് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യം വന്നു. അതിൽ പാർസി രാജാവ് കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ബൈബിളിൽ പ്രവചന പുസ്തകം യെശയ്യാവിൻ്റെ പ്രവചനം 44-ാമത്തെ 25-ാമത്തെ വാക്യത്തിൽ കോരേശ് രാജാവ് ജനിക്കുന്നതിന് 175 വർഷത്തിന് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, കോരേശ് എൻ്റെ നല്ല ഇടയൻ, അവൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും, എൻ്റെ ജനത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ അവൻ അടിസ്ഥാനം ഇടുമെന്ന്. അപ്പോൾ ഇത് പ്രവചനാത്മാവിൽ പറഞ്ഞത് കോരേശ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചിട്ട് പോലുമില്ല. ജനിക്കാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് 175 വർഷത്തിന് മുമ്പ് പേര് സഹിതം വെളിപ്പെടുത്തി അവൻ എന്തിനാണ് ഭൂമിയിൽ ജനിച്ച് പാർസി രാജ്യത്തിൻ്റെ രാജാവായി വരുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വരെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അനുസരിച്ച് അത് ഏകദേശം BC 530 ശേഷം സംഭവിക്കുകയാണ്. പാർസി രാജാക്കന്മാർ ഇസ്രായേൽ മക്കളോട് വളരെ മമതയും സ്നേഹവും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം ദേശത്തേക്ക് പോകാനും ബിസിനസ് ചെയ്യാനും കൃഷി നടത്താനും ഭൂമി അവകാശപ്പെടുത്താനും അവരുടെ പരിശുദ്ധമായ ദേവാലയം പുതുക്കി പണിയുന്നതിനും വിശേഷിച്ച് അവർ നശിച്ചുപോയ അവരുടെ യെരൂശലേം നഗരം മുഴുവനും പുതുക്കി പണിയാനും മതിൽ കെട്ടാനൊക്കെ ഭാഗികമായ ചില അനുവാദങ്ങൾ പാർസി രാജാക്കന്മാർ കൊടുത്തു. അതനുസരിച്ച് 3 ഘട്ടമായിട്ടാണ് ഇവർ മടങ്ങിപ്പോയത് എന്ന് നമ്മൾ ഈ എസ്രായുടെ പുസ്തകവും നെഹെമ്യാവിൻ്റെ പുസ്തകവും തമ്മിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ അവരുടെ മടങ്ങിപ്പോക് BC 538 സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലാണ്. സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ പാർസി രാജ്യങ്ങളിൽ നിന്നും മടങ്ങിപ്പോയി യെരൂശലേമിലെത്തി. അവരാദ്യം ചെയ്തത് യെരൂശലേം പട്ടണത്തിൻ്റെ 4 ചുറ്റും മതിൽ കെട്ടാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു. കാരണം പുരാതന കാലത്ത് മതിലുകൾ വേണം പട്ടണത്തിന്. പട്ടണമില്ലാത്ത മതിലെന്ന് പറയുന്നത് ആത്മസംയമനമില്ലാത്ത പുരുഷനെ പോലെന്ന് സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പം എപ്പോഴും സുരക്ഷിതത്വം വേണമെങ്കിൽ പട്ടണങ്ങൾക്ക് മതിലുണ്ടാകണം. അപ്പോൾ മതിൽ പണിക്കുള്ള സന്നാഹത്തോടുകൂടെ സെരുബ്ബാബേൽ കടന്നുപോയി. മതിൽ ഏകദേശം പണിയുവാൻ ഇസ്രായേൽ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ആലയത്തിൻ്റെ പണിയിലേക്ക് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് BC 458 എസ്ര എന്ന് പറയുന്ന ശാസ്ത്രിയാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്, ശാസ്ത്രിയായിരുന്നു, വേദപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വലിയൊരു കൂട്ടം ആളുകൾ പോയ ചരിത്രമാണ് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം കടന്നുപോയി ഇസ്രായേൽ ജനങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ച് സെരുബ്ബാബേലുമായിട്ട് ഒരുമിച്ച് യോജിച്ച് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും മതിൽ പണി തീർക്കാനും ഒക്കെ ആരംഭിച്ചു. ഇതിനിടയിൽ മുടക്കം സംഭവിക്കത്തക്കവണ്ണം തദ്ദേശവാസികളായ ആളുകൾ ഇവർക്ക് വിരോധമായി എഴുന്നേറ്റതായി വായിക്കുന്നു. അങ്ങനെ കുറേ കാലം പണികളൊന്നും ഇല്ലാതെ അവിടെ കിടന്നു, ശൂന്യമായി കിടന്നപ്പോൾ പ്രവാചകനായ ഒരു അർത്ഥഹസ്രഷ്ടാവെന്ന് പറയുന്ന പാർസി രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹെമ്യാവ് എന്ന് പറയുന്ന ഒരാളുടെ ഓർമ്മയിലേക്ക് ഈ യെരൂശലേമിൻ്റെ ദുരവസ്ഥ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായി
കാണുന്നതാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ചരിത്ര വിഷയം. അദ്ദേഹം ഒരു രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. രാജസന്നിധി ശുശ്രൂഷിടുന്നപ്പോൾ തൻ്റെ മുഖത്തിന് വളരെ വാട്ടം ഉണ്ടായ രാജാവ് ശ്രദ്ധയിൽപ്പെടുത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തൻ്റെ നഗരത്തെക്കുറിച്ചും തൻ്റെ പിതാക്കന്മാരുടെ നഗരത്തെക്കുറിച്ചൊക്കെയുള്ള വർണ്ണന താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തൻ്റെ കാര്യങ്ങൾ രാജസന്നിധിയിൽ ബോധ്യപ്പെടുത്തി താൻ ഉപസിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് രാജസന്നിധിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്ന് വായിക്കുന്നു. അങ്ങനെ രാജാവിന് തിരുവുള്ളം ഉണ്ടായിട്ട് ദീർഘകാലത്തിന് അവധി കൊടുത്ത് രാജഭണ്ഡാരത്തിൽ നിന്ന് സഹായവും നൽകി നെഹമ്യാവിനെ ഒരു കൂട്ടം ആളുകളുമായി യെരുശലേമിലേക്ക് വിട്ടു. അങ്ങനെ നെഹമ്യാ അവിടെ ചെന്നതിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. ആലയം പണിഞ്ഞു, അത് പൂർത്തീകരിച്ചു, അതിൽ ആരാധന യഥാസ്ഥാനത്താക്കി ഭയങ്കര ശബ്ദത്തോടുകൂടെ, ഉല്ലാസത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ അവരെല്ലാവരും ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ച് ഒത്തിരി കാര്യങ്ങൾ യഹൂദന്മാരുടെയിൽ അവർക്ക് നാളുകളായി നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിലേക്ക് അവർ മടങ്ങി വരുവാൻ ദൈവം നെഹമ്യാവിനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ കൂടെ നമ്മൾ പഠിക്കുന്നത് 3 പ്രാവശ്യത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിപ്പോക്ക്, അവിടെ ചെന്ന് അവർ ആലയം പണിഞ്ഞത്, അവരെ കോട്ടമതിൽ സ്ഥാപിച്ചത്, യെരുശലേമിൽ വീടുകൾ പണിഞ്ഞത്, ചെന്ന് താമസിക്കുവാൻ കഴിയുന്നവർക്കെല്ലാം ജീവിതത്തിന് പുനഃസ്ഥാപനം കൽപ്പിച്ചെല്ലാം ഈ ആത്മീയ നേതാക്കളായ ആളുകളായിരുന്നു. ഒന്നും പ്രവാചകന്മാരുണ്ട്, ഹഗ്ഗായി മുതലായ പ്രവാചകന്മാരൊക്കെ അന്ന് പ്രവചിച്ചിരുന്നു. അന്നത്തെ പ്രവാചകന്മാരുടെ പ്രവചന ശബ്ദം കേട്ടാണ് നെഹമ്യാവും സെരുബ്ബാബേലും യസ്രാ പുരോഹിതനൊക്കെ ശക്തമായി നേതൃത്വം കൊടുത്ത് ഈ ജനത്തെ കൊണ്ടത് പണിയിപ്പിച്ചു. അങ്ങനെ ആലയം, ആരാധന യഥാസ്ഥാനമായി. യെരുശലേം പരിസരങ്ങളെല്ലാം പണി പൂർത്തീകരിക്കപ്പെട്ടു. മതിലുകളെല്ലാം ഭദ്രമായി പൂർത്തീകരിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ അവരുടെ സ്വന്തം സ്ഥലത്ത് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അവരോട് കരുണ ചെയ്ത ചരിത്രമാണ് ഈ 2 പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇനി ചരിത്ര പുസ്തകങ്ങളിൽ ശേഷിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് എസ്തേറിൻ്റെ പുസ്തകമാണ്. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്ര പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ദൈവം എന്നുള്ള പദം പോലും ഇതിനകത്തില്ല. അതാണ് ഇതിലൊക്കെ ചിന്തനീയമായൊരു വിഷയം. പക്ഷേ ദൈവീക വിഷയത്തിൽ അധിഷ്ഠിതമായൊരു പുസ്തകമാണിത്. ഇത് എസ്ര എഴുതിയ പുസ്തകമാണ്. പാർസി രാജാവായ അഹശ്വേരോശ് എന്ന് പറയുന്ന ആളിൻ്റെ കാലത്ത്, അന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഹിന്ദു ദേശം മുതൽ ക്രൂസ് വരെ, അതായത് ഇന്ത്യ മുതൽ എത്യോപ്യൻ രാജ്യമായ ആഫ്രിക്ക വരെ 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വേരോശ്. 127 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് 127 രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 രാജ്യങ്ങൾ ഭരിച്ച് ലോകൈക സമ്രാട്ടായിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് തൻ്റെ മഹത്വം കാണിക്കാൻ വിരുന്നൊരുക്കിയതായി നമ്മൾ കാണുന്നു. ആ വിരുന്നിനോടുള്ള ബന്ധത്തിൽ ലോകമെമ്പാടുമുള്ള തൻ്റെ ഭരണാധികാരികളെല്ലാം വിളിച്ചു നടത്തിയ ആ വിരുന്ന് സൽക്കാരത്തിൽ തൻ്റെ ഭാര്യ മുഖം കാണിക്കാൻ ഇറങ്ങിയില്ലെന്നും അങ്ങനെ ഭാര്യ ഉപേക്ഷിച്ചെന്നും ദീർഘകാലങ്ങൾക്ക് ശേഷം തനിക്കൊരു ഭാര്യ ആവശ്യമെന്ന് തോന്നിയപ്പോൾ തൻ്റെ ഭൃത്യന്മാർ, തൻ്റെ അരമനയിലെ മേലുദ്യോഗസ്ഥന്മാർ ഒരു പരസ്യം ചെയ്ത് അഹശ്വേരോശ് രാജാവിന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്താൻ ശ്രമിച്ചെന്നും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ആ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു സ്ത്രീയാണ് എസ്തേർ. എസ്തേർ ശരിക്കും ഒരു യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട പെണ്ണാണ്. അവൾക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലാതെ ഒരു ചിറ്റപ്പനെടുത്ത് വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. കാണാൻ സൗന്ദര്യമുണ്ട്. ആര് കണ്ടാലും അവളെ കാണുന്നവർക്കെല്ലാം വളരെ അവളോട് അനുകമ്പ തോന്നും. അങ്ങനെയുള്ള ആ പെൺകുട്ടി ലൗകിക സമ്രാട്ടായ അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായി തീരുകയാണ് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ. ഇതിനകത്തും ആത്മീയമായി നമ്മൾ വളരെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അഹശ്വേരോശ് രാജാവ് വലിയവനായ കർത്താവിനെ അഥവാ യേശു കർത്താവിനെ പ്രാതിനിധ്യം കൽപ്പിക്കുന്നു. ജാതികളെ ജാതീയമായ അനുഭവങ്ങളിൽ നിന്നും വെടിഞ്ഞ് ജാതീയ സ്വഭാവങ്ങളിൽ ജീവിച്ചു വന്ന നമ്മെ അഥവാ നമുക്ക് പ്രതിദാനം ചെയ്യുന്ന എസ്തേറിനെ വിവാഹം കഴിക്കുന്ന ഒരാത്മീയ പാഠമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിനിടയ്ക്ക് മൊർദെഖായി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന ഇവക്കുള്ള വളർത്തച്ഛനാണ്. ശരിക്കും പരിശുദ്ധാത്മാവിന് സാദൃശ്യമാണ്. ആ മൊർദെഖായിയുടെ പ്രേരണയും ആലോചനയുമാണ് എസ്തേർ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി തീരുവാനുള്ള ഒരു പദവിയിലെത്തുവാൻ കാരണമായത്. ഇനി വേറൊരു കഥാപാത്രം, ദുഷ്ടകഥാപാത്രം അവിടെ ഉണ്ട്, ഹാമാൻ എന്ന് പറയുന്നത്. എവിടെയും ശത്രുവായി നമുക്കും വിരോധമായി നിൽക്കുന്ന സാത്താനെയാണ് ഈ ഹാമാൻ പ്രതിദാനം ചെയ്യുന്നത്. പക്ഷേ സാത്താൻ അവിടെ പരാജയപ്പെടുന്നു.
എസ്തേർ വിജയിക്കുന്നു. മൊർദെഖായിക്ക് ജോലിക്കയറ്റം കിട്ടുന്നു. എസ്തേർ രാജാവിൻ്റെ രാജ്ഞിയായി തീരുന്നു. പിന്നീടുള്ള സംഭവചരിത്രങ്ങളൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ വായിക്കുന്നത് യഹൂദന്മാർക്ക് ഭയങ്കര പീഡകാലം വന്നപ്പോൾ അതിനെ അനുഗ്രഹമാക്കി തീർക്കാൻ എസ്തേറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാദൃശ്യ സംഭവങ്ങളാണ് ചരിത്രത്തിൽ കൂടെ എസ്തേറിൽ കാണുന്നത്. ഇത് മശിഹായി മുഖാന്തരം ദത്തെടുത്ത എസ്തേർ എന്ന നിലയിൽ സഭയെ ഈ സ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ യത്നിച്ച മൊർദെഖായി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനും വളരെ സാദൃശ്യം പറയുന്ന പുസ്തകമാണ് എസ്തേർ. അപ്പോൾ നമ്മൾ ഈ ചരിത്ര പഠന ഗ്രന്ഥങ്ങളിൽ 12 പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ചരിത്രം എന്ന് പറയുന്നത്, ഒന്ന്, ദൈവമാണ് തൻ്റെ ജനത്തെ ഭരണം നടത്തുന്നത്. ദൈവിക അധികാരത്തിൽപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒന്നും ഭയപ്പെടുവാനില്ല. ദൈവമാണ് രാജാക്കന്മാരെ ആക്കുന്നത്, ദൈവമാണ് പ്രവാചകന്മാരെ ആക്കുന്നത്, ദൈവമാണ് ന്യായാധിപന്മാരെ ആക്കുന്നത്. ഇത് ജനങ്ങൾ അനുസരിച്ച് ഏറ്റെടുത്ത് ദൈവവചന പ്രകാരം ജീവിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമായി മാറും എന്നുള്ളതിന് സംശയമില്ല. രൂത്തും എസ്തേറിനെയും നമ്മൾ പ്രതിദാനം ചെയ്യുന്നത് നിർജീവമായ അവസ്ഥയിൽ, ജാതീയ അവസ്ഥയിൽ ഒരു യോഗ്യതയില്ലായിരുന്ന ഈ പെൺകുട്ടികൾക്ക് മഹനീയമായ പദവികൾ ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് സഭയും യേശുക്രിസ്തുവിനെയും സാദൃശ്യപ്പെടുത്തുന്നു. കൃപയാൽ നമുക്ക് ഈ ഭാഗ്യകരമായ അനുഭവം, കർത്താവിൻ്റെ സഭയാകുന്ന മണവാട്ടിയാകുന്ന അനുഭവത്തിലെത്തുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും അതിന് നന്ദി പറയുക. ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ചരിത്ര പഠന ഗ്രന്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ ധാരാളം നന്മകൾ നൽകി ജീവിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.